ജിസ്മ പ്രേംനഹാസ്. ആലപ്പുഴ സെയിന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഞാൻ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്ന പുസ്തകം മലയാളത്തിലെ പ്രശസ്ത നോവലിസ്റ്റായ മുട്ടത്ത് വർക്കി രചിച്ച ഒരു കുടയും കുഞ്ഞുപെങ്ങളും എന്ന പുസ്തകമാണ്. പെരുമഴക്കാലത്ത് തന്റെ കുഞ്ഞു പെങ്ങളെ കുടയിൽ കയറ്റാതെ പോയ ഗ്രേസി എന്ന പെൺകുട്ടിയെ കല്ലെടുത്തെറിഞ്ഞ് നാടുവിട്ടോടിയ ബേബി എന്ന കുട്ടിയുടെ കഥയാണ് ഈ പുസ്തകത്തിലുടനീളം പ്രതിപാദിക്കുന്നത്. തന്റെ ഇച്ചാച്ചൻ കുടയും കൊണ്ടുവരുന്നതും കാത്തിരിക്കുന്ന ലില്ലി എന്ന പെൺകുട്ടിയെയും ഈ കഥയിൽ കാണാം നമുക്ക്. പൂമംഗലം ബംഗ്ലാവിന്റെ പടിഞ്ഞാറ് വശത്തുള്ള പറമ്പിന്റെ വടക്കു കിഴക്കേ മൂലയ്ക്കടുത്ത് വെട്ടുകുഴിയിൽ തഴച്ചു വളർന്നു നിൽക്കുന്ന പാഴ്ചെടികളുടെ ഇടയിൽ നിന്ന് അന്തിരശ്മികൾ പിൻവാങ്ങി ഇരുളിന്റെ സാമ്രാജ്യം ഭൂമിയിലെങ്ങും സ്ഥാപിക്കപ്പെട്ടു. ഭയത്തിന്റേതായ സാമ്രാജ്യത്തിൽ അവൻ ഏകാഗിയായി. കാലുകൾ ചെളിയിൽ പുതയുന്നു. മാക്രികളുടെയും ചീവീടുകളുടെയും ഘോരങ്ങളായ മുദ്രാവാക്യ നിർഘോഷങ്ങൾ അവനെ ഭയപ്പെടുത്തിയില്ല. ചെടികളുടെ ഇടയിൽ ടോർച്ച് ലൈറ്റുകൾ മിന്നിക്കുന്ന മിന്നാമിനുങ്ങുകൾ പോലീസുകാർ ആയിരുന്നില്ല. അവനെ പിടിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുവാൻ, അവിടെ വെച്ച് അവനെ ഇടിക്കുവാൻ പോലീസുകാർ തിരക്കി നടക്കുകയാവും. കള്ളന്മാരെയും ചട്ടമ്പിമാരെയും ഒക്കെ പോലീസുകാർ ഇടിക്കുമെന്ന് അവൻ കേട്ടിട്ടുണ്ട്. പൂമംഗലത്തെ പെണ്ണിന്റെ നെറ്റി പൊട്ടി ചോരയൊഴുകണമെന്ന് അവൻ വിചാരിച്ചിരുന്നതല്ല. അവൾ മരിച്ചു പോകുമോ? ഒന്നുകൂടി ചിന്തിക്കേണ്ടതായിരുന്നു. എല്ലാം തകരുകയാണ്. നന്നേ വിശക്കുകയും തണുകുകയും ചെയ്യുന്നു. നേരം കുറേയേറെ ഇരുട്ടിയപ്പോൾ അവൻ കുറ്റിക്കാട്ടിൽ നിന്ന് പതുക്കെ തലപൊക്കി നോക്കി. എങ്ങും ആരെയും കാണാനില്ല. വിസിലടിക്കുന്നത് പോലീസുകാരല്ല, മുളക്കൂട്ടത്തിലൂടെ ഓടി നടക്കുന്ന കാറ്റാണ്. മൂളുന്നത് മനുഷ്യരല്ല, മൂങ്ങകളാണ്. അവൻ കുറ്റിക്കാട്ടിൽ നിന്നും വെട്ടുകുഴിയിൽ നിന്നും തുറസ്സായി പുറത്തേക്ക് വന്നു. ഒരു നനഞ്ഞ ചന്ദ്രൻ ആകാശത്ത് വന്ന് നിൽപ്പുണ്ട്. ചന്ദ്രനെയും പോലീസുകാർ പിടിക്കുമോ? പിന്നെന്തിന് അത് മേഘങ്ങളുടെ കുറ്റിക്കാട്ടിൽ ഒളിച്ചു നിൽക്കുന്നു? കുഞ്ഞു പെങ്ങൾക്കായി ഒരു കുട വാങ്ങിക്കാൻ ബസ് സ്റ്റാൻഡിലും മറ്റു തെരുവുകളിലും പോയി കഷ്ടപ്പെട്ട് പണം സമ്പാദിച്ച് കുടയുമായി തിരിച്ചു വരാനാണ് ബേബി ആഗ്രഹിക്കുന്നത്. എന്നാൽ പല സാഹചര്യങ്ങളിലും അത് സാധിക്കാറില്ല. ലില്ലിയും ബേബിയെ തേടിയിറങ്ങിയപ്പോൾ വേറൊരു കുടുംബക്കാരുടെ കയ്യിൽ എത്തിപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ പല പല വഴികളിലൂടെ അവസാനം അവർ തമ്മിൽ കണ്ടുമുട്ടുകയും ബേബി ലില്ലിക്ക് കുട സമ്മാനിക്കുകയും ചെയ്യുന്നു.